ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1998 പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 1998 മമ്മൂട്ടി ആകെ 5 ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്. ഇതിൽ സാമ്പത്തികമായി വിജയങ്ങൾ കൈവരിച്ച ചിത്രങ്ങൾ കൂടുതലായതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം 98 മികച്ചൊരു വർഷമായിരുന്നു. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 98 മമ്മൂട്ടി അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു മാർച്ച് 19 തിയേറ്ററുകളിലെത്തിയ ദി ട്രൂത്ത്. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഈ ചിത്രത്തിന്റെ കഥാ സംഭാഷണം എസ് എൻ സ്വാമിയായിരുന്നു നിർവഹിച്ചിരുന്നത്. ABR പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രം മികച്ചൊരു സസ്പെൻസ് ത്രില്ലർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. മമ്മൂട്ടി ഭരത് പട്ടേരി എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായി വേഷമിട്ട ഈ ചിത്രം മികച്ച ഇനീഷ്യലും അതിനൊത്ത കളക്ഷനും നേടിയെടുത്ത് ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായി മാറി. ബാലചന്ദ്ര മേനോൻ, ജനാർദ്ദനൻ, മുരളി, ദിവ്യ ഉണ്ണി, വാണി വിശ്വനാഥ്, സായി കുമാർ, തിലകൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രം പ്രേക്ഷകരെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഒരു ചിത്രമായിരുന്നു. മമ്മൂട്ടിയുടെ മാനസങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കഥാപാത്രത്തെ മെനഞ്ഞെടുത്തതായിരുന്നു ഈ ചിത്രത്തിന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. കെട്ടുറപ്പുള്ള തിരക്കഥയും വിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ചു. 98 മമ്മൂട്ടിയുടെ രണ്ടാമത്തെ ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 8 തിയേറ്ററുകളിലെത്തിയ ഒരു മറവത്തൂർ കനവ്. ലാൽ ജോസ് ആദ്യമായി സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഫെസ്റ്റിവൽ ഫാമിലി കോമഡി എന്റർടൈനർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. മമ്മൂട്ടി ചാണ്ടിക്കുഞ്ഞായി അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഈ ചിത്രം താരത്തിന്റെ വേഷവിധാനം കൊണ്ടും ഏറെ പ്രത്യേകത നേടിയ ചിത്രമായിരുന്നു ഒരു മറവത്തൂർ കനവ്. എല്ലാവിധ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചിത്രമായതുകൊണ്ട് തന്നെ വിഷു സീസന്റെ അഡ്വാൻറ്റേജിൽ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വമ്പൻ വിജയമായിരുന്നു ഒരു മറവത്തൂർ കനവ് അക്കാലത്ത് സ്വന്തമാക്കിയത്. കോക്കേഴ്സ് ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ, ബിജു മേനോൻ, നെടുമുടി വേണു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ദിവ്യ ഉണ്ണിയും മോഹിനിയും നായികമാരായി എത്തിയ ഈ ചിത്രത്തിന്റെ കഥാ സംഭാഷണം ശ്രീനിവാസനായിരുന്നു നിർവഹിച്ചിരുന്നത്. വിദ്യാസാഗർ സംഗീത സംവിധാനം നിർവഹിച്ച സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ചു. പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ഈ ചിത്രം മമ്മൂട്ടിയുടെ കരിയറിനും ഏറെ നേട്ടമായി. 98 മമ്മൂട്ടിയുടെ മൂന്നാമത്തെ ചിത്രമായിരുന്നു മെയ് 8 തിയേറ്ററുകളിലെത്തിയ സിദ്ധാർത്ഥ. മുരളി ഫിലിംസിന്റെ ബാനറിൽ മാധവൻ നായർ നിർമ്മിച്ച് ജോമോൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ആക്ഷൻ ഫാമിലി എന്റർടൈനർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. മമ്മൂട്ടി സിദ്ധാർത്ഥനായി വേഷമിട്ട ഈ ചിത്രത്തിൽ രംഭയായിരുന്നു നായികയായി എത്തിയത്. തിലകൻ, ശ്രീവിദ്യ, ബിജു മേനോൻ, ഷീജു, ജഗദീഷ്, നെടുമുടി വേണു തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. സത്യനാഥ് കഥയും തിരക്കഥയും ഒരുക്കിയ ഈ ചിത്രം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു. മമ്മൂട്ടി ജോമോൻ കൂട്ടുകെട്ടിലൊരുങ്ങിയ ഈ ചിത്രത്തിൽ നിന്ന് പ്രേക്ഷകർ എന്താണോ പ്രതീക്ഷിച്ചത് അത് നൽകാൻ കഴിയാതെ പോയതാണ് സിദ്ധാർത്ഥ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. വിദ്യാസാഗർ സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. 98 മമ്മൂട്ടി അഭിനയിച്ച നാലാമത്തെ ചിത്രമായിരുന്നു സെപ്റ്റംബർ 3 ഓണത്തിനോടനുബന്ധിച്ച് റിലീസ് ചെയ്ത മമ്മൂട്ടി മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച ഫാസിലിന്റെ ഹരികൃഷ്ണൻസ്. ഏറെ കാലത്തിന് ശേഷം മമ്മൂട്ടി മോഹൻലാലിന്റെ കൂടെ തുല്യ പ്രാധാന്യത്തോടെ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും അതുകൂടാതെ ഫാസിലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം എന്ന പ്രത്യേകതയിലും ഇറങ്ങിയ ഈ ചിത്രം അക്കാലത്ത് ഏറ്റവും വലിയ ഹൈപ്പിലായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലാകേണ്ടിയിരുന്ന ഈ ചിത്രം എന്നാൽ ആദ്യ ദിനം മുതൽ തന്നെ മിക്സ്ഡ് റിപ്പോർട്ടായിരുന്നു ലഭിച്ചിരുന്നത്. കൂടാതെ 2 താരങ്ങളുടെയും ആരാധകർക്ക് വേണ്ടി ഇരട്ട ക്ലൈമാക്സ് ഉള്ള രംഗങ്ങൾ ചിത്രീകരിച്ച് പ്രദർശിപ്പിച്ചു എന്നുള്ള ദുഷ്പേരും ഈ ചിത്രം നേടി. എന്നിരുന്നാലും ഓണം സീസന്റെ അഡ്വാൻറ്റേജും 2 സൂപ്പർ താരങ്ങളുടെയും സൂപ്പർ സംവിധായകന്റെയും സാന്നിധ്യവും ചിത്രത്തിന് മികച്ച കളക്ഷൻ നേടിക്കൊടുക്കാനായി. അതുകൊണ്ട് തന്നെ റിലീസ് കേന്ദ്രങ്ങളിലൊക്കെയും വമ്പൻ ഇനിഷ്യലും പിന്നീട് അങ്ങോട്ട് തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയ ഈ ചിത്രം സാമ്പത്തികമായി വിജയമായിരുന്നു. എന്നാൽ 3.5 കോടി മുതൽ മുടക്കിൽ പൂർത്തിയാക്കിയ ഹരികൃഷ്ണൻസ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുമ്പോൾ ഹിറ്റ് സ്റ്റാറ്റസ് മാത്രമേ നേടാനായുള്ളൂ.
ചിത്രത്തിന്റെ കഥയേക്കാൾ താരങ്ങൾക്ക് പ്രാധാന്യം നൽകി എടുത്തതായിരുന്നു ഫാസിലിനെ പറ്റിയ പാളിച്ച. മോഹൻലാലിന്റെ പ്രണവം ഇന്റർനാഷണൽ നിർമ്മിച്ച് ഫാസിൽ തന്നെ കഥയും തിരക്കഥയും ഒരുക്കിയ ഹരികൃഷ്ണൻസിൽ ബോളിവുഡ് നടി ജൂഹി ചൗളയായിരുന്നു നായികയായി എത്തിയത്. ഔസേപ്പച്ചൻ സംഗീത സംവിധാനം നിർവഹിച്ച ഹരികൃഷ്ണൻസിൽ ഇന്നസെന്റ്, ജഗദീഷ്, നെടുമുടി വേണു, ശ്രീരാമൻ, കൊച്ചിൻ ഹനീഫ, കുഞ്ചാക്കോ ബോബൻ, സുധീഷ്, യദുകൃഷ്ണൻ തുടങ്ങി വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. 98-ൽ മമ്മൂട്ടിയുടെ 5ാമത്തെയും അവസാനത്തെയും ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 3-ാം തീയതി തന്നെ തിയേറ്ററുകളിലെത്തിയ ഇലവങ്കോട് ദേശം. മീഡിയ ക്ലബ് നിർമ്മിച്ച് KG ജോർജ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു പീരിയഡ് ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. മമ്മൂട്ടി ജാതവേദൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം KG ജോർജ് സംവിധാനം ചെയ്ത അവസാനത്തെ ചിത്രം കൂടിയായിരുന്നു. തരക്കേടില്ലാത്ത ചിത്രം എന്ന പേര് നേടിയ ഇലവങ്കോട് ദേശം എന്നാൽ ഓണത്തിനിറങ്ങിയ മറ്റ് വമ്പൻ ചിത്രങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു ഇലവങ്കോട് ദേശം. ഖുശ്ബു നായികയായി എത്തിയ ഈ ചിത്രത്തിൽ രാജീവ്, തിലകൻ, ബാബു നമ്പൂതിരി, ശ്രുതിരാജ് തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. KG ജോർജ് തന്നെ കഥയും തിരക്കഥയും ഒരുക്കിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം വിദ്യാസാഗറായിരുന്നു നിർവഹിച്ചിരുന്നത്. ആകെ സമ്മർ നോക്കുമ്പോൾ 98-ൽ മമ്മൂട്ടി നായകനായി എത്തിയ 5 ചിത്രങ്ങളിൽ 3 ചിത്രങ്ങൾ സാമ്പത്തികമായ വിജയം കൈവരിച്ചു, 2 ചിത്രങ്ങൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ 60% ആണ്. ഇതിൽ മറവത്തൂർ കനവ് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയപ്പോൾ ദി ട്രൂത്ത് ഹരികൃഷ്ണൻസ് ഹിറ്റ് സ്റ്റാറ്റസ് നേടി. ഇത്രയുമാണ് 1998-ൽ മമ്മൂട്ടി അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.